നമസ്കാരം. നമ്മുടെ പ്ലസ് 1 ഇംപ്രൂവ്മെന്റ് എക്സാം ഈ വർഷം ഒക്ടോബർ ഏകദേശം 15-ാം തീയതിക്കുള്ളിൽ തുടങ്ങിയോ അതിനുള്ള തീരുവോ എന്നൊക്കെയുള്ള രീതിക്കുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നടക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ പോലെ ഒന്നും പ്ലസ് ടുവിന്റെ സമയത്ത് പ്ലസ് 1 ഇംപ്രൂവ്മെന്റ് എക്സാം നടത്താനുള്ള സാധ്യതയില്ല. മന്ത്രി തന്നെ പ്രത്യേകിച്ച് ഈ വർഷം ഒക്ടോബറിൽ തന്നെ നടത്തും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അത് കുട്ടികൾക്ക് നല്ല പ്രയോജനമുള്ള സംഭവമാണ്. പ്രയോജനപ്പെടുത്തി എടുക്കേണ്ടതിന് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. മാർക്ക് കുറഞ്ഞവർക്കും തോറ്റവർക്കും ഒക്കെ ജയിക്കാനുള്ള ഒരു വളരെ വലിയ സാധ്യതയാണ്. ഇപ്പോഴത്തെ റിസൾട്ട് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിരുന്നു. 62% മാത്രമേ കുട്ടികൾ ജയിച്ചിട്ടുള്ളൂ. പ്ലസ് 1 എക്സാം കഴിഞ്ഞപ്പോൾ ഏകദേശം 4,10,000 പേര് എഴുതിയിൽ 2.5 ലക്ഷം ആൾക്കാർ കുട്ടികളെ ജയിച്ചിട്ടുള്ളൂ. മീൻസ് ഏകദേശം 1.5 ലക്ഷം കുട്ടികളാണ് ഫെയിൽ ആയേക്കുന്നത്. അതൊരു ചെറിയ നമ്പർ അല്ല. അപ്പൊ അതൊക്കെ നമുക്ക് ഓവർകം ചെയ്ത് പ്ലസ് ടുവിലും നമുക്ക് നല്ലൊരു മാർക്ക് കിട്ടേണ്ട രീതിയിൽ കൂടെ പഠിക്കണമെങ്കിൽ നല്ലൊരു ഗൂഗിൾ മാപ്പ് ഞാൻ ഇന്നിട്ടേക്കുന്നത് റൂട്ട് മാപ്പ് വേണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മളൊരു ഗൂഗിൾ മാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എവിടെ പോകണമെങ്കിലും വണ്ടിയെല്ലാം കൊണ്ട് കയറി ഗൂഗിൾ മാപ്പ് ഇടുക, അതിന്റെ രീതിയിൽ കൂടെ പോവാം. അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ എത്താൻ പറ്റും. അല്ലെങ്കിൽ റോഡിൽ ഇറങ്ങി പലയിടത്ത് നമ്മൾ ചോദിച്ച് പഴയ കാലത്തേക്ക് പോലെ പോവുകയാണെങ്കിൽ ഒത്തിരി സമയം പോകും. അത് ഒഴിവാക്കി ഇവിടെയും നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റുകളാണോ നമുക്ക് ഇംപ്രൂവ്മെന്റ് ഉള്ളത്, ഇല്ലെങ്കിൽ ഫെയിൽ ആവർക്ക് ജയിക്കാൻ വേണ്ടത്, ഇതിനൊക്കെ നമ്മളൊരു റൂട്ട് മാപ്പ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഈ റൂട്ട് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അതിനെ നമ്മൾ ആദ്യം ഒന്ന് അനലൈസ് ചെയ്തിട്ട് മാർക്ക് കിട്ടേണ്ട രീതിയിൽ കൂടി ഇതിനെ മാറ്റണം. നമ്മുടെ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും തന്ന് നിങ്ങൾക്ക് എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യുന്ന എല്ലാ വഴികളും അടങ്ങുന്ന ക്ലാസ്സുകളാണ്. ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എല്ലാ സബ്ജക്റ്റും ഉണ്ട് താനും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ഒന്ന് കോൾ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പിന്നെ അതേപോലെ ഇന്നത്തെ പല പല ക്ലാസ്സുകൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ക്ലാസ്സുകളും കാണാൻ വേണ്ടി പബ്ലിക് ആവുന്ന കുറച്ച് ക്ലാസ്സുകളൊക്കെ വരും. അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി നല്ല ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും എല്ലാം അതിനകത്തുണ്ടാകും കേട്ടോ. അപ്പൊ നമ്മുടെ ചാനലും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ഒക്കെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതും ചെയ്യുക. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമുക്കൊരു നല്ലൊരു റൂട്ട് മാപ്പ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അതിപ്പോ എല്ലാവർക്കും ജനറൽ ആയിട്ടുള്ള റൂട്ട് മാപ്പ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രായോഗികമല്ല, പ്രാക്ടിക്കലല്ല. കാരണം ഓരോരുത്തർക്കും മാർക്ക് കിട്ടേണ്ടത് ഓരോ രീതിയിൽ കൂടെ. ചിലർക്ക് ഇപ്പോൾ 60 മാർക്കിൽ 30 കിട്ടിയവരുണ്ട്, 18 കിട്ടിയവരുണ്ട്, 10 കിട്ടിയവരുണ്ട്, 5 കിട്ടിയവരുണ്ട്, ഇനി A+ കിട്ടിയവരുണ്ട്. ഇംപ്രൂവ് ചെയ്യാൻ അപ്പൊ ഇംപ്രൂവ് ചെയ്യുന്നവരുടെ രീതി എന്ന് പറഞ്ഞാൽ A+ കിട്ടിയ ആള് പോലും ഫുൾ മാർക്കിന് വേണ്ടി ഇംപ്രൂവ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ എന്റെ അറിവില് 59 കിട്ടിയ ഒരു കുട്ടി പോലും 60 ആക്കാൻ വേണ്ടി ഇംപ്രൂവ് ചെയ്യണമെന്ന് എന്റെ അടുത്ത് വിളിച്ചു ചോദിച്ചായിരുന്നു. ഞാൻ പറഞ്ഞത് അത്രയ്ക്ക് ഒരു മാർക്ക് പോലും പോകണമെന്ന് പോകുന്നത് ഇഷ്ടമല്ലാത്ത കുട്ടികളും ഉണ്ട്. അപ്പൊ എല്ലാ രീതിയിൽ കൂടെയുള്ള കുട്ടികളുണ്ട്. അപ്പൊ അതുകൊണ്ട് റൂട്ട് മാപ്പ് തയ്യാറാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർ ഇപ്പൊ ജയിക്കേണ്ട ഒരാൾക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത്. ഇപ്പൊ ഒരു 15 മാർക്കേ ഉള്ളൂ, നമുക്ക് 18എങ്കിലും എന്തെങ്കിലും കുറഞ്ഞു കിട്ടണം. അത് 18 എന്ന് പറഞ്ഞാൽ 25,000 കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത്? അപ്പൊ അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പഠിക്കുന്നവർ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് മാർക്ക് കുറഞ്ഞത്. ഇനിയും ഈ ജയിച്ചു കാണും, ജസ്റ്റ് പാസ് ആയിരിക്കും, ഒരു 18, 20, 22 ഒക്കെ ഉള്ളൂ. അപ്പൊ അവർക്ക് ഒരു 40 മാർക്കിലോട്ട് എത്തണം, അതിനുള്ള വഴി. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസുകളായിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പൊ അതിന് ജനറലായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ അല്ല, എന്നാലും ഏകദേശം നമുക്ക് പല കാര്യങ്ങളും ഒരു റൂട്ട് മാപ്പ് ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ ക്ലാസ്സിൽ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഇപ്പൊ മാത്സ് ആയിക്കോട്ടെ, അതുപോലെ ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ഇവനെ നിങ്ങൾ ഏറ്റവും മാർക്ക് കിട്ടേണ്ട രീതിയിൽ കൂടെ അറേഞ്ച് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഇതിനുള്ളിലുള്ള ചാപ്റ്റേഴ്സിനെ അറേഞ്ച് ചെയ്യണം, ടോപ്പിക്സിനെ അറേഞ്ച് ചെയ്യണം. ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെയാണ് എക്സാമിന് വരുന്നത്, ഏതൊക്കെയാണ് ഏത് ക്വസ്റ്റ്യൻ ആണ് ഒരു ചാപ്റ്ററിൽ ആദ്യം ഉറപ്പായിട്ട് വരുന്നത്. ഇങ്ങനെ പലതുണ്ട്. ഉറപ്പായിട്ട് വരുന്ന കുറേ ക്വസ്റ്റ്യൻസുകളുണ്ട്, 1 മാർക്കിന് വരുന്ന കുറേ ക്വസ്റ്റ്യൻസുകളുണ്ട്. അങ്ങനെ 6 മാർക്കിന്റെ ചാപ്റ്റേഴ്സുകൾ ഏതൊക്കെയാണെന്നോ അതിനുള്ളിൽ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നതോ അങ്ങനെ അങ്ങോട്ട് അറിഞ്ഞ് നമുക്ക് ഇതിനെ ഓർഡർ ആക്കി മാറ്റിയാൽ നിങ്ങൾക്കും കിട്ടും ഫുൾ മാർക്ക്. വേണമെങ്കിൽ അതിനുള്ള വഴികളുണ്ട്. അതുപോലെ നമ്മൾ ഇനി ഏതൊക്കെ ചാപ്റ്ററുകളാണ് പഠിക്കാതെ വിടാൻ പറ്റുന്നത്, അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പൊ മാത്സ് ആണെങ്കിൽ എനിക്ക് ഈ ചാപ്റ്റർ വയ്യ, ട്രിഗണോമെട്രി എന്നെ കൊണ്ട് വയ്യ, വേണ്ട കേട്ടോ, വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഫുൾ മാർക്ക് കിട്ടാതിരിക്കുമോ? കിട്ടുകയും ചെയ്യും. അപ്പൊ അതിനുള്ള വഴികളും ഇതിനകത്തുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എങ്ങനെ നമുക്ക് അതിനെയൊക്കെ പഠിക്കാം എന്നുള്ളത് അറിഞ്ഞു വേണം പഠിക്കാൻ. അപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കുറച്ച് പഠിച്ചോണ്ട് വലിയ മാർക്ക്, അത് തന്നെ കുറച്ച് പഠിച്ചോണ്ട് അതിന്റെ കാരണം സമയം കുറവ്. കാരണം പ്ലസ് 2 പഠിക്കണ്ടേ, പ്ലസ് 2 ഒരു രീതിയിലും ബാധിക്കില്ല കേട്ടോ. ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, അത് നിങ്ങൾ മനസ്സിലാക്കണേ. ഇപ്പൊ എല്ലാവരും ചെയ്യുന്നത് ഇംപ്രൂവ്മെന്റ് എക്സാം ആണ്, വലിയ ഏതാണ്ട് ആണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങും.
അങ്ങനെ പ്ലസ് ടുവിനെ എടുത്ത് എല്ലാം കൂടെ എടുത്ത് എറിഞ്ഞിട്ട് നിങ്ങൾ അതല്ല നോക്കണ്ട. പ്ലസ് ടു നമ്മുടെ മെയിൻ റോഡ് തന്നെയാണ് കേട്ടോ. അവനാ നമ്മുടെ നാഷണൽ ഹൈവേ. അതിന്റെ ഇപ്പൊ ഒരു സബ് റോഡ് മാത്രമായിട്ട് പ്ലസ് 1 ഇംപ്രൂവ്മെന്റ് എടുക്കാവുള്ളൂ. അതിനുള്ള ടൈം ടേബിൾ ഞാൻ ഉടൻ തന്നെ നിങ്ങൾക്ക് തരും. എങ്ങനെയാണ് നിങ്ങൾ ടൈം മാനേജ് ചെയ്യേണ്ടത് പ്ലസ് 1 ഇംപ്രൂവ്മെന്റിന് വേണ്ടി പ്ലസ് 2 പഠിക്കുന്നതിനോടൊപ്പം തന്നെ. അപ്പൊ അതൊക്കെ നമ്മൾ ഇങ്ങനെ പടിപടിയായിട്ടുള്ള വീഡിയോസുകളിൽ ഓരോന്നും നിങ്ങൾക്ക് വേണ്ടതെല്ലാം കൃത്യമായിട്ട് കിട്ടും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണം. നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ കൂടെ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാ വീഡിയോസുകളും മാക്സിമം കാണുക, എല്ലാം ഫുൾ കാണാൻ ശ്രമിക്കുക. ഏതൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഞാൻ ഈ പറയുന്നതിനുള്ളിലെ ചില ഭാഗങ്ങളായിരിക്കും വേണ്ടത്. ഇപ്പൊ ഞാൻ ആദ്യം പറയുന്ന കാര്യങ്ങൾ ചില കുട്ടികൾക്ക് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഓഫ് ചെയ്തിട്ട് പോകും. കാരണം നിങ്ങൾക്ക് വരുന്ന കാര്യം എപ്പോഴും ഇതിന്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. കാരണം എല്ലാവർക്കും ഒരേ കാര്യങ്ങളല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എല്ലാം മാക്സിമം ഇതിന്റെ ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് വേണ്ട ഉറപ്പായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് മിസ്സാവാതെ ഫുൾ കാണാൻ ശ്രമിക്കുക. മാക്സിമം നിങ്ങൾക്ക് ഇതൊരു പ്രയോജനമാവുന്ന വീഡിയോ ആണെങ്കിൽ, ക്ലാസ് ആണെങ്കിൽ, സെഷൻ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഉറപ്പായിട്ട് ഒന്ന് ഷെയർ ചെയ്തിട്ടേ പോകാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്കിപ്പോ ഓരോ ചാപ്റ്റർ, ഇപ്പൊ മാത്സ് ആണെങ്കിൽ തന്നെ നമുക്ക് ഏതൊക്കെ ചാപ്റ്ററുകളുണ്ട്? 14 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ 14 ചാപ്റ്റേഴ്സിന് ഏതൊക്കെ പഠിക്കണം, ആദ്യം ഏതൊക്കെ ടോപ്പിക്സുകൾ പഠിക്കണം, 6 മാർക്കിന് വേണ്ടി ഏതൊക്കെ ക്വസ്റ്റ്യൻസ് പഠിക്കണം, ഏതൊക്കെ ചാപ്റ്ററുകളെ സെലക്ട് ചെയ്യണം, 4 മാർക്ക് 3 മാർക്ക്, അതുപോലെ ചാപ്റ്റേഴ്സ് വെയിറ്റേജ്, എല്ലാം അറിഞ്ഞ് വേണം നമ്മൾ അവിടോട്ട് ഇറങ്ങാൻ. അല്ലാതെ ഒരു ദിവസം നമ്മൾ ഒരു കാര്യത്തിനും കൂടി ചുമ്മാ അന്നത്തെ ദിവസം ഇറങ്ങേണ്ട കാര്യമില്ല. അതിന് മുമ്പ് പ്രീ പ്ലാൻഡ് ആയിരിക്കണം എന്നർത്ഥം. ഓക്കെ, ഇവിടെ നമുക്ക് അതിനുള്ള സമയമുണ്ട്. അതിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം? നമ്മൾ പ്ലസ് ടുവിനെ അഫക്റ്റ് ചെയ്യാതെ നമുക്കൊരു പ്ലസ് 2 പഠിക്കുന്നതോടൊപ്പം തന്നെ പ്ലസ് 1 ഇംപ്രൂവ്മെന്റ് പാരലായിട്ട് ഇതിനൊരു രീതിക്കലും കുഴപ്പമുണ്ടാക്കാത്ത രീതിയിൽ കൂടെ വേണം പഠിച്ചു പോകാൻ. ഓക്കെ, അപ്പൊ അങ്ങനെ റൂട്ട് മാപ്പ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം എന്ന്, അതാണ് ഞാൻ നമ്മുടെ ടൈറ്റിലായിട്ട് ഇട്ടേക്കുന്നത്, ഗൂഗിൾ മാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ റൂട്ട് മാപ്പ് ക്രിയേറ്റ് ചെയ്യണം. അല്ല നിങ്ങൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പഴയ മാർക്ക് തന്നെ കിട്ടത്തുള്ളൂ, കൂടാനുള്ള സാധ്യത കുറയും. അപ്പൊ അതുകൊണ്ട് കൂടാൻ വേണ്ടി തന്നെ വർക്ക് ചെയ്യണം, അതിനുള്ള മൈൻഡ് സെറ്റ് ചെയ്യണം. അതിനുള്ള രീതിയിൽ കൂടെ നിങ്ങൾക്ക് പറ്റും കേട്ടോ, അതിനോട് പറ്റും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു പോകണം എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അടുത്ത കാര്യങ്ങളുമായിട്ട് നമ്മുടെ അടുത്ത വീഡിയോ ഉടൻ തന്നെ ഇറങ്ങും. എല്ലാവരും കാത്തിരിക്കുക, എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.